അപ്പം നമ്മളെ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ്. നമ്മൾ ഒരുപാട് ചിക്കൻ കറികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ചിക്കൻ കറിയാണ്. അപ്പോൾ ആ കറിയുടെ പേരാണ് ഗ്രീൻ പെപ്പർ ചിക്കൻ. ആ ഗ്രീൻ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നല്ലതുപോലെ വെള്ളമെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത പീസിലൊക്കെ ഇതുപോലെ ചോരക്കറകളുണ്ടാകും. അതൊക്കെ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ നെയ്യ് പാട ഇങ്ങനെ കണ്ടാൽ ഇതെല്ലാം ഉണ്ടാവും, വേസ്റ്റുകൾ പെട്ടെന്ന് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ല, നെയ്യൊക്കെ പറിച്ച് കളയാം. ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ നല്ലതുപോലെ കഴുകുകയാണ്. ഇനി ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഉള്ള കച്ചറകളെല്ലാം നമ്മൾ ആദ്യം നീക്കം ചെയ്തതാണ്. ഇനി നമ്മൾ നല്ലതുപോലെ ഇതുപോലെ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായ സവാള ഒരു 2 എണ്ണം മതിയാവും. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. രണ്ട് ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം 2 തക്കാളി, അടുത്തതായിട്ട് അതിനാവശ്യമായ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അടിക്കേണ്ടതുണ്ട്. മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ നമ്മളെ മെയിൻ ഐറ്റംസായ പച്ചക്കുരുമുളക് ഇതെല്ലാം പാടെ വന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ ചെറുങ്ങനെ കഷ്ണം ചേർക്കുക. അതിനുശേഷം കുറച്ച് പുതിന,
അടുത്തായിട്ട് തന്നെ വേണ്ടത് പച്ചമുളക്. ഇതൊക്കെ നമ്മൾ മല്ലി പുതിന അടിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ മെയിൻ ഐറ്റം കുരുമുളക്, പച്ചക്കുരുമുളക്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഒന്ന് കുതിർത്തതിന് ശേഷം ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് എന്താക്കണം, വറുത്തെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളെ തീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് നമുക്കിന്ന് ചട്ടി ഇത് വെച്ച് പച്ചക്കുരുമുളക് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. ഞാനിത് 1 കിലോ ചിക്കനൊക്കെയുള്ളത് കുരുമുളകാണ് എടുത്തത്. ഒരു 3 ചീത്തൽ പച്ചക്കുരുമുളക്. അതുപോലെ നല്ലപോലെ പൊട്ടും. നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ പച്ചക്കുരുമുളക് നല്ലതുപോലെ ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിലാകുമ്പോൾ അതെന്താക്കി ഇതേപോലത്തെ പതിയിലിട്ടിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പച്ചക്കുരുമുളക് ഈ ഒരു രൂപത്തിൽ പേസ്റ്റാക്കി എടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഉള്ളി, തക്കാളി ഇതൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്പൂണ് വെളിച്ചെണ്ണ. അതിനുശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ വഴന്ന് വരണം. അപ്പോഴാണ് നമുക്ക് റിയലായിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിന് ശേഷം അരിഞ്ഞ് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മല്ലി, പുതിന, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി നല്ലതുപോലെ ഇത് ഈ ഒരു രൂപത്തിൽ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചത് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റാക്കി വെച്ച കുരുമുളക്, പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതിലേക്ക് ശേഷം കറിവേപ്പില, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, നല്ലതുപോലെ മസാലകളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് കൂടെ, ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വാടാൻ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിലേക്കും കൂടെയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളെ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്, നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ നമ്മളിതേപോലെ ചെറിയ തീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളെ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താക്കുക, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അതിഥികളും കൂടെ ഉണ്ട് നമുക്ക് ഇന്ന്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താക്കുക, ഇതിലേക്ക് അങ്ങോട്ട് മാറ്റുക. നല്ല അടിപൊളി ഗ്രേവി കേട്ടോ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങോട്ട് സൂപ്പർ അടിപൊളി സാധനമാണ്. ആ പുതിനേൻ്റെ മല്ലിച്ചപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് നല്ലതായിട്ട് കാണുന്നുണ്ട്. പെപ്പറിൻ്റെ അല്ലേ, നല്ലൊരു ടേസ്റ്റ് അല്ലേ. സൂപ്പർ സാധനം, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. തീർച്ചയായിട്ടും എല്ലാവരും എന്താക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതാണ്.